ഹായ് ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാനൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, എന്നിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് ആട്ടയും 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ മുഴുവനും ആട്ട എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗോതമ്പ് പൊടിയാണ് മുഴുവനും എടുക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലർക്ക് ഒരുപാട് ഉപ്പ് വേണം, ചിലർക്ക് അത്രയും വേണ്ടി വരത്തില്ല. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കണം. നെയ്യ് ചേർക്കാണ്ടിരിക്കരുത് കേട്ടോ. നെയ്യാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഘടകം, നല്ല ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് തിക്കാവുകൊണ്ട് ഒരുപാട് ലൂസും ആവണ്ട. നമ്മുടെ മാവ് ഇവിടെ നിന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം ഒരു ടീസ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. റിഫൈനഡ് ഓയിൽ ഒഴിച്ചൊന്ന് അതൊന്ന് മിക്സ് ചെയ്യുക. റിഫൈനഡ് ഓയിൽ സൺഫ്ലവർ ഓയിലോ അതുപോലത്തെ ഏതും ആവും. പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട കേട്ടോ, അത്ര ഒരു ഇത് കാണത്തില്ല. അപ്പോൾ വെളിച്ചെണ്ണ സ്കിപ്പ് ചെയ്തിട്ട്, വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ട് ലാസ്റ്റ് ഇതിനൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട. നന്നായിട്ട് എണ്ണയൊക്കെ ചേർത്തിട്ട് 1 മണിക്കൂർ നമ്മൾ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ ആവശ്യമുള്ളതിന് 1 മണിക്കൂർ മുന്നേ തുടങ്ങാവും. അപ്പോൾ അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഈ ചിക്കൻ എടുത്തേക്കുന്നത്. ചിക്കൻ വേണമെന്നുള്ളവർക്ക് ചിക്കൻ ഫില്ലിങ് വെക്കാം, അല്ലാത്തവർക്ക് ഒനിയൻ ഫില്ലിങ് മാത്രം വെച്ചാലും മതി കേട്ടോ. അപ്പം നമ്മൾ ഈ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും അത്യാവശ്യം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ ഇതും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇതൊന്ന് നല്ലതായിട്ട് പിടിച്ച് വരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അരമണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അരമണിക്കൂർ ആകുമ്പോഴേക്കും ഇത് തുടങ്ങാം. പിന്നെ അടുത്ത പരിപാടി നമുക്ക് തുടങ്ങാം. ഞാനൊരു ഇരുമ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു 1.5 വലിയ സബോളേനെ ചെറുതായിട്ട് മുറിച്ചെടുത്തേക്കുവാണ്. നിങ്ങൾ ചെറിയ സബോളയാണ് എടുക്കുന്നതെങ്കിൽ 2 സബോള എടുക്കണം കേട്ടോ. അതിനെ ഒന്ന് എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലർക്ക് പിന്നെ ഉപ്പിടുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം, നമ്മുടെ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഉപ്പ് വേണ്ടെന്നുള്ളവർ അതൊക്കെ അനുസരിച്ച് ഇടുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ആകുമ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ ഓരോ ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാൻ കേട്ടോ. ചിലർക്ക് ഒരുപാട് വെളുത്തുള്ളി ഉള്ളത് ഇടുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഇടാം. ഞാനൊരു കണക്ക് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ ഇടുന്നത് നമ്മുടെ എണ്ണയിൽ കിടന്ന ആ പച്ചപ്പ് ഒന്ന് ആ പച്ച കുത്തലൊന്ന് മാറാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സായി ഇച്ചിരി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മുടെ പച്ചമുളകും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. ഇത്ര വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഞാനൊരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. കുരുമുളക് പൊടി ഇടുന്നവർക്ക് ഇടാം, വേണ്ടാത്തവർക്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ 2 ടീസ്പൂൺ തന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കേണ്ട. പിന്നെ ടൊമാറ്റോ സോസ് സ്കിപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമുക്കിപ്പം വീട്ടിലുണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നതാണ് ഈ ഗ്രേവിയുടെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ അറിയാത്തവർ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ റസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ചിക്കനിൽ പിടിപ്പിച്ചെടുക്കുക. ഇനി അത്യാവശ്യം വെള്ളം വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വേവിച്ച് വരണം. അപ്പോൾ ചിക്കൻ വേവിച്ചിട്ടാണ് ഇടുന്നതെങ്കിൽ കുഴപ്പമില്ല. ഈ നമ്മുടെ അരപ്പ് ചേർത്തിട്ട് വേവിച്ചിട്ട് വേണമെങ്കിലും ഇടാം, അങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇടാം. ഞാനിപ്പോൾ വേവിക്കാതിരുന്നതുകൊണ്ടാണ് 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാൻ പറയുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്.
നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരിച്ചിരി വെള്ളമുണ്ട്, അതും കൂടി വറ്റിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ പറ്റി നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് 1 മണിക്കൂർ ഇരുന്ന് റെസ്റ്റായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടി എടുക്കാം. നമ്മുടെ ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും വേണ്ട, അതൊന്ന് ഇച്ചിരി കൂടെ ചെറിയ ബോളാക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ബോൾസിനെ ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദ ഞാൻ ചപ്പാത്തിക്ക് പലകയ്ക്ക് മൈദ വെച്ച് കൊടുത്തിട്ട് അതിനൊന്ന് പരത്തിയെടുക്കുക. ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പരത്തിയെടുക്കുക. അത്യാവശ്യം വലിപ്പം വേണം, പിന്നെ ഒരുപാട് തിന്നുമാക്കണ്ട, ഇച്ചിരി ഒരു കട്ടിയും വേണം കേട്ടോ. നമ്മുടെ ചപ്പാത്തിക്ക് പരത്തുന്ന പരുവം തന്നെയാണ്, ഒരുപാട് കട്ടി കുറച്ച് പരത്തണ്ട. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണാണ് വെച്ച് കൊടുക്കുന്നത്, 1 ടീസ്പൂൺ അളവിലാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വെക്കണമെങ്കിൽ വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനെ ഒന്ന് മടക്കിയെടുക്കുക. മടക്കിയിട്ട് ആ സൈഡൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ലവണ്ണം ഒട്ടിയിരിക്കണമെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് ഇളകി പോകാണ്ടിരിക്കുള്ളൂ. അപ്പോൾ നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം നമ്മൾ പരത്തി എടുക്കണം. ഞാൻ കുറച്ച് എണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ഞാൻ ഇങ്ങനെ വെച്ചാണ് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈയും ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയിൽ മുക്കി പൊരിക്കുകയും ചെയ്യാം. പക്ഷേ എനിക്ക് എണ്ണ കഴിക്കുന്ന അത്ര വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമ്മൾ വേവിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം വേഗത്തുമില്ല, അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു വശം ശരിയായി വരും. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വെന്തതിനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുക. നമ്മൾ ചെയ്ത മെത്തേഡ് തന്നെയാണ്, അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ വൈകിട്ട് ഈവനിങ്ങിന് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് ട്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ റെസിപ്പിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ ബൈ.